Hey guys, welcome back to our KNX plus 2 physics പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ട്രാൻസ്ഫോമർ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും രണ്ട് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്ന ട്രാൻസ്ഫോമറിനെയാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് വിളിക്കുന്നത്. സോ നിങ്ങൾ ഇൻപുട്ടിൽ അല്ലെങ്കിൽ പ്രൈമറിയിൽ കൊടുക്കുന്ന വോൾട്ടേജിനേക്കാൾ കൂടുതൽ വോൾട്ടേജ് നിങ്ങൾക്ക് സെക്കൻഡറിയിൽ അല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ കിട്ടും. സോ സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് കൂടുതലാണ്, സോ അങ്ങനെ റെപ്രസെന്റ് ചെയ്തു. സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് പോലെ തന്നെയാണ് അവിടെയുള്ള നമ്പർ ഓഫ് ടേൺസും. അതായത് സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടുതലാണ്, അതുകൊണ്ട് നമ്പർ ഓഫ് ടേൺസും അവിടെ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. എന്നാൽ കറണ്ടിന്റെ കേസോ, കറണ്ട് നേരെ ഓപ്പോസിറ്റ് സ്വഭാവമാണ് കാണിക്കുന്നത്, അത് ഓർത്തു വെക്കണം. സോ നമ്മൾ പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും കറണ്ട് എടുത്താൽ വോൾട്ടേജിന്റെയും നമ്പർ ഓഫ് ടേൺസിന്റെയും നേരെ ഓപ്പോസിറ്റ് സ്വഭാവം കാണിക്കും. അതായത് പ്രൈമറിയിൽ കറണ്ട് കൂടുതലും സെക്കൻഡറിയിൽ കറണ്ട് കുറവുമായിരിക്കും. ഓക്കെ ആണ്, ക്ലിയർ ആണ്, സെറ്റ് ആണ്. ഇനി നോക്കണേ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം കൊടുക്കുന്ന വോൾട്ടേജിനെ കുറച്ചു വെക്കുന്ന ആളാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സോ നമ്മൾ ഇൻപുട്ടിൽ എത്രയാണോ വോൾട്ടേജ് കൊടുക്കുന്നത് അതിനെക്കാട്ടും കുറവ് വോൾട്ടേജ് നമുക്ക് സെക്കൻഡറിയിൽ കിട്ടുകയുള്ളൂ. അതേ സ്വഭാവം നമ്പർ ഓഫ് ടേൺസ് കാണിക്കും, കറണ്ട് നേരെ ഓപ്പോസിറ്റ് സ്വഭാവം കാണിക്കും. ഓക്കെ ആണോ? കറണ്ട് നേരെ ഓപ്പോസിറ്റ് സ്വഭാവവും കാണിച്ചു വെച്ചു. സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനുള്ളത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇക്വേഷൻ ആണ്. നമ്പർ ഓഫ് ടേൺസിനെയും വോൾട്ടേജിനെയും കറണ്ടിനെയും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ കൂടെ ഓർത്തു വെക്കാം. ഇത്രയേ പഠിക്കാനുള്ളൂ. എന്താ ഇക്വേഷൻ? വി പി ഡിവൈഡഡ് ബൈ വി എസ് ഈസ് ഈക്വൽ ടു എൻ പി ഡിവൈഡഡ് ബൈ എൻ എസ് ഈസ് ഈക്വൽ ടു കറണ്ട് നേരെ തിരിച്ചുള്ള സ്വഭാവം ഐ എസ് ഡിവൈഡഡ് ബൈ ഐ പി ആണ്. സോ ഒരു ഇക്വേഷൻ കൂടെ ഓർത്തു വെച്ചുകൊണ്ട് ട്രാൻസ്ഫോമറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാം. ബൈ.